അപ്പോൾ നമ്മുടെ ആ 29 ദിവസത്തെ നേപ്പാൾ യാത്രയ്ക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ്. തിരിച്ചെത്തിയതിനു ശേഷം 1 മാസത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെയല്ലേ? അതെ, 1 മാസത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അതിനിടയിൽ മറ്റൊരു യാത്രയ്ക്ക് മനുവേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം നിഖിലേട്ടനുണ്ട്. അപ്പം പുതിയൊരു അതിഥിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി. പിന്നെ ഈ യാത്ര അവരെങ്ങോട്ടാണ്, എന്തൊക്കെയാണ് ഉദ്ദേശം, കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ കഴിഞ്ഞ യാത്രയെ കുറിച്ചുള്ളൊരു എന്താ പറയുക, ഒരു റിവ്യൂ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് സത്യമാണ്, കുറച്ച് വൈകിപ്പോയി. അപ്പോൾ മനോട്ടാ, എന്തൊക്കെയായിരുന്നു ഇനി പുതിയൊരു യാത്ര തുടങ്ങുന്ന സ്ഥിതിക്ക് ആ യാത്ര ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഇറങ്ങാൻ, അല്ലേ നിഖിലേട്ടാ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ മനു ആണ് അതിന് ഉത്തമനായ അതെ അതെ അതെ. അപ്പോൾ ക്യാമറ കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചാൽ അത്രയും സൗകര്യം. ഓക്കെ. അപ്പോൾ യാത്രകൾ എപ്പോഴും നമുക്ക് അടിപൊളിയാണ്. തീർച്ചയായിട്ടും. സാധനം കുത്തിയിട്ടുണ്ടോ? ഓ, അത് കുത്തിയിട്ടുണ്ട്. അതല്ലേ, അത് ഇവിടെ തെളിഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും യാത്രകൾ അനുഭവം. യാത്രകൾ നമ്മൾ എന്തായാലും തീർക്കുന്നില്ല. ഇപ്പം നേപ്പാളിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായത്. കാരണം ഈ 1 മാസം പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. തിരിച്ചു വരുമ്പോൾ ഇത്രയും ദിവസമായി എണ്ണി നോക്കുമ്പോഴാണ് അറിയുന്നത്. ഏകദേശം 1 മാസമായി. പിന്നെ യാത്രയിൽ കണ്ടുമുട്ടിയ ആളുകൾ, ഒരുപാട് നല്ല ആളുകളെ കണ്ടു. മിക്കവാറും നല്ല ആളുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ നല്ല നല്ല വഴികളായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഹൈവേകളൊക്കെ വളരെ സൂപ്പറായിരുന്നു. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, പോലീസ് ചെക്കിങ്, പിന്നെ അവിടുന്ന് അവർ കൈക്കൂലി മേടിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലീസാണ് കൈക്കൂലി മേടിച്ചത്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്നാലും അതുകൊണ്ട് മഹാരാഷ്ട്രയിലെത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവരെന്തെങ്കിലും ഒരു കാരണത്തിൽ എങ്ങനെയെങ്കിലും ഒരു എന്താ പറയുക, ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഫൈൻ അടിക്കാന്ന് പറഞ്ഞാൽ ബില്ലും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, അവർക്ക് പൈസ കൊടുക്കുക, പോരുക. പിന്നെ ഒരു ബാർഗൈനിങ് സിസ്റ്റം പോലെയാണത്. അത് വേണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കണ്ടു കിട്ടും. അങ്ങനെയല്ല, അപ്പോൾ ഒരു ബാർഗൈനിങ് സിസ്റ്റം പോലെയാണിത്. അതുകൊണ്ട് എന്താ പറയുക, 10,000 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 500 രൂപ കൊടുത്ത് നിർത്താം. പറഞ്ഞ് അല്ലെങ്കിൽ ആ പൈസ പോകും. പിന്നെ അതാണൊരു പോലീസിൽ നമുക്ക് മോശമായിട്ടുള്ളൊരു അനുഭവം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ടെൻ്റ് അടിച്ച് കിടക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആദ്യം ചിന്തിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളാണ്. എവിടെ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ, അതിപ്പോൾ എന്താ പറയുക, അങ്ങനൊരു ശക്തി അല്ല ധൈര്യം കിട്ടും നമുക്ക്. ഓൾറെഡി ഒരു കുറച്ചാൾ പോയി കഴിഞ്ഞപ്പോൾ അതാണ് നമുക്ക് ഇതിനേക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ധൈര്യം കിട്ടും. എവിടെയും ആരോടും സംസാരിക്കാനും, ഭാഷ അറിയത്തില്ലെങ്കിലും നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഡീലാക്കി. എന്ത് സാധനം മേടിക്കണമെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഭാഷ അറിയണമെന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ കുറച്ചൊക്കെ എന്ത് ചെയ്യും, അവരോട് ആംഗ്യത്തിലൊക്കെ കാണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകൾ ഈ ഒരു യാത്രയിലുടനീളം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കോൺഫിഡൻസ് കിട്ടി അതിന്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് കിട്ടി. പിന്നെ പല സ്ഥലത്തെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് വളരെ നല്ല അനുഭവമായിരുന്നു ഉത്തർപ്രദേശിനൊക്കെ, അല്ലേ? ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ മൊത്തത്തിലുള്ള യാത്ര സൂപ്പറായിരുന്നു. ഇപ്പം ഞങ്ങൾ പുതിയതായിട്ടൊരു യാത്ര, അതായത് ബോംബെയിലേക്കാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബോംബെയിലെ NISM ക്യാമ്പസ് എന്ന് പറയുന്നത് സെബിയുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ സെബിൻ്റെ ട്രെയിനറാണ് ഞാൻ. അപ്പോൾ ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം ഒരു കോൺക്ലേവ് അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കഴിക്കുക എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് പോലെ. അപ്പോൾ പുൽപ്പള്ളിയിൽ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ബോംബെ പോകുന്ന വഴിക്ക് അരിയർ ഫോർട്ടും പിന്നെ എല്ലോറൊക്കെ വരുന്ന കവർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കൂടുതൽ ആൻഡോയും കൂടെ ജോയിൻ ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിഖില് വീഡിയോ ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. ബോംബെ നമ്മുടെ 2ാമത്തെ യാത്ര. ബോംബെയിൽ നമ്മൾ കാർ കൊണ്ട് പോകുന്ന 2ാമത്തെ യാത്രയാണ്. ചെറുതായിട്ട് ബോംബെക്കായിരുന്നു. ആദ്യം നമ്മൾ ബോംബെയിൽ ഒരു ഓൾട്ടോ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് നമ്മൾ പോയിട്ടുണ്ട്. അതും വളരെ ധൈര്യത്തോടു കൂടി എടുത്ത ഡിസിഷനായിരുന്നു. നമുക്ക് കാറും കൊണ്ടങ്ങ് പോവാം എന്നുള്ളൊരു തീരുമാനം. ബോംബെക്ക് കാർ കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്കും തന്നെ പല ആളുകൾക്കും പേടിയൊക്കെയാണ്. അത് ഓൾട്ടോയും കൊണ്ട് പോകാന്ന് പറയുമ്പോൾ നോൺ എസിലൊക്കെ പോയി. പക്ഷേ വലിയ അനുഭവങ്ങളായിരുന്നു. പിന്നെ എന്തായാലും ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ചാനലിൽ ഉണ്ടാവും, അപ്ഡേറ്റ് ചെയ്യും. അപ്പം അതിന്റെ മറ്റേ നമ്മൾ പോയിട്ട് വന്നതിന്റെ ഒരു കൺക്ലൂഷൻ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. മിസ് ചെയ്യും. സ്വാമിജി ബാബുവിനെ നമ്മൾ മിസ് ചെയ്യും. കാരണം
അതിനിവിടെ കുറച്ച് പ്രോഗ്രാമുകളുണ്ട്. അത് മാത്രമല്ല ഇത് നമ്മൾ ഒരു ട്രെയിനിങ് പോലെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെയും കൂടെ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വരണം എന്നൊക്കെ പറഞ്ഞ് പലരും, പക്ഷേ ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഗ്യാപ്പില്ല. എന്തായാലും ഈ ഒരു യാത്ര കഴിഞ്ഞ് ഇനി വേണ്ടി യാത്രകൾ തുടരുന്നതായിരിക്കും. കേരളത്തിൽ ശരിക്കും അട്ടപ്പാടിയൊക്കെ ഒന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അല്ലേ? അട്ടപ്പാടി നല്ലൊരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യാത്രയിൽ കാണാം. ഇനി സ്വാതി ബാബൻ ഒരു അതിഥി നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ നിഖിലേട്ടൻ. അതിഥിയല്ല, പുതിയ ഒരു തണ്ടി വന്നു. ഒരു തണ്ടി ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോ ആ സാധനം നമുക്ക് അടിക്കായിരുന്നല്ലേ ഇത് ഇതില്? അത് അടിക്കാണ് സെറ്റ് ആയിരുന്നെ. അപ്പൊ ഗൈസ് ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയില് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. സന്തോഷം, സ്നേഹം. അപ്പം വരും വീഡിയോ പ്രിന്റിംഗ് എടുത്തിട്ട് അടിച്ച ഒരു തണ്ടിന്റെ